ലാ യകൂനുൽ ആരിഫു ആരിഫൻ ഹത്താ ലൗ ഉതിയ മിസ്ലു മുൽക്കി സുലൈമാൻ ലം യുശ്ഗിൽഹു അനില്ലാഹ് തുർഫത ഐനി. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ആളാകണമെങ്കിൽ, അള്ളാഹിനെ അറിഞ്ഞവൻ, അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് അള്ളാഹുവിന്റെ താല്പര്യത്തിൽ വെമ്പൽ കൊള്ളുക, അതാണ് ആരിഫ്. അല്ലാതെ അള്ളാഹുവിനെ പൂർണ്ണമായി അറിയാൻ സൃഷ്ടിക്ക് കഴിയില്ല. അവൻ മഅബൂദാണ്, അവൻ പരിശുദ്ധനായ ഖാലിഖാണ്, നമ്മൾ നിസ്സാരനായ സൃഷ്ടിയാണ്. ഒരാൾക്കും അള്ളാഹുവിനെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. വളരെ ചിന്തിക്കണം. ഒരാൾ അള്ളാഹുവിന്റെ താല്പര്യക്കാരനായാൽ തന്നെ അള്ളാഹുവിന്റെ ആരിഫായി. അവന്റെ താല്പര്യം അവൻ്റേതല്ല, അവന്റെ താല്പര്യം അള്ളാഹുവിൻ്റെതാണ്. അങ്ങനെ ആയാൽ അവനൊരു അടയാളമുണ്ട്. എന്താ അടയാളം? ലൗ ഉതിയ മിസ്ല മുൽക്കി സുലൈമാൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാജാധികാരത്തിന്റെ അത്ര അയാൾക്ക് ലഭിച്ചാലും ലം യുശ്ഗിൽഹു അനില്ലാഹി തുർഫത ഐനിൻ, ഒരു കണ്ണടച്ച് തുറക്കുന്ന നേരം പോലും അള്ളാഹുവിനെയും വിട്ട് ചിന്തിക്കാൻ അവന് കഴിയുകയില്ല. അതാണ് ആരിഫ്. ദീനെന്ന് പറഞ്ഞാൽ ഉടമക്കാരിൽ നിന്ന് അടിമക്കുള്ള പ്രതീക്ഷ. എന്താണ് പ്രതീക്ഷ? അത് സ്വർഗവും നരകമൊന്നുമല്ല പ്രതീക്ഷ, അതൊക്കെ അതിൽ വരുന്നേ ഉള്ളൂ. സ്വർഗം പിന്നെന്താ? കൂലി കിട്ടലല്ല, അമൽ സ്വീകരിക്കലല്ല, തന്നെ സ്വീകരിക്കലാണ്. അമൽ സ്വീകരിക്കലോ അല്ല പ്രതീക്ഷ, തന്നെ സ്വീകരിക്കണം. അമൽ സ്വീകരിക്കണ്ടേ? അമൽ സ്വീകരിക്കലിനേക്കാൾ പ്രധാനം തന്നെ സ്വീകരിക്കൽ. അതിനേക്കാൾ വലിയ ഒരു സംഗതി അടിമക്കില്ല. അമൽ ചെയ്തത് പോലും തന്നെ സ്വീകരിക്കാനാ, അമൽ സ്വീകരിക്കാനല്ല. അമൽ സ്വീകരിക്കണമെന്നുള്ള നമ്മുടെ വിചാരം ഏറ്റവും ചെറിയ ഒരു വിചാരം, വിചാരങ്ങളുടെ പുറത്തുള്ള ഒരു വിചാരമാണ് എൻ്റെ അമൽ സ്വീകരിക്കണം എന്നത്. അത് നല്ലതല്ലേ? തീർച്ചയായും നല്ലതാണ്, ആഗ്രഹിക്കണം. പക്ഷേ അമൽ സ്വീകരിക്കുന്നത് എന്തിനാണ്? തന്നെ സ്വീകരിക്കാൻ. അമൽ സ്വീകരിക്കലും ലക്ഷ്യമല്ല, തന്നെ സ്വീകരിക്കൽ ലക്ഷ്യം. വളരെ ചിന്തിക്കണം. അപ്പോൾ ഒരു അടിമയെ സംബന്ധിച്ച് അതാണ് നന്ദിയും. അടിമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ? ഉടമക്കാരൻ തന്നെ സ്വീകരിക്കുന്നു എന്നതാണ്. ഏതവസ്ഥയിൽ? അപ്പോൾ അതിന് അടിമ എന്തു വേണ്ടി വരും? അടിമ ഏതവസ്ഥയിൽ ഉടമക്കാരനെയും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അടിമക്കാരും ഉടമക്കാരും തമ്മിൽ ഒന്ന് അടിമയാണ്, ഒന്ന് ഉടമയാണ്, ഒന്ന് സൃഷ്ടിയാണ്, ഒന്ന് സൃഷ്ടാവാണ് എന്ന വ്യത്യാസത്തിനപ്പുറം താല്പര്യം ഒന്നാണ്. വളരെ നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ അള്ളാഹുവിന്റെ വാതിലിൽ മുട്ടി എന്ന് പറയുന്നു. പക്ഷേ അള്ളാഹുവിന്റെ വാതിലിൽ മുട്ടേണ്ട ആൾക്കുണ്ടാകേണ്ട ഒരു യോഗ്യതയും നമുക്കില്ല. എന്നിട്ട് നമ്മൾ അള്ളാഹുവിന്റെ വാതിലിൽ മുട്ടി എന്ന് പറയുന്നു. ഞാൻ 10 കൊല്ലം അള്ളാഹുവിന്റെ വാതിലിൽ മുട്ടി. ഞാൻ 10 കൊല്ലം അള്ളാഹുവിന്റെ വാതിൽ മുട്ടി എന്ന് പറയുന്നു. എന്നാൽ ഒരു തവണ മുട്ടാനുള്ള യോഗ്യത പോലും എനിക്കില്ല. എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്ത ആ കാൽപ്പാദത്തിൽ നിന്നാണ് ആ വാതിൽ നീ മുട്ടേണ്ടത്. അങ്ങനെയുണ്ടോ? ഇല്ല. നീ നിന്റേതായ ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തു, അതിന്റെ സുഖം അധികരിക്കാൻ വേണ്ടിയാണ് നീ അള്ളാഹുവിന്റെ വാതിൽ മുട്ടിയത്. അപ്പോൾ ഞാൻ എന്റെ കാര്യം മുഴുവനും അള്ളാഹുവിനെ ഏൽപ്പിച്ചു. നമ്മൾ 25 കൊല്ലം അള്ളാഹിന്റെ വാതിൽ മുട്ടിയാലും മുട്ടുന്നത് രക്ഷപ്പെട്ടോളം എന്നില്ല, വാതിൽ തുറന്നോളവും എന്നുമില്ല. എന്തുകൊണ്ട്? 25 സംവത്സരങ്ങൾ കഴിഞ്ഞു പോയി എന്നല്ലാതെ ഒരു തവണ മുട്ടേണ്ട യോഗ്യത പോലും ഇല്ലാതെയാണ് നമ്മൾ മുട്ടിയത്. മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്ക് അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. എന്താ റാബിഅ പറയുന്നത്? അൽ ബാബു മഫ്തൂഹ്, അള്ളാഹുവിന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കണം. വാതിൽ അടച്ചിട്ടില്ല, വാതിൽ അന്ത്യനാൾ വരെ അടക്കൂല. പക്ഷേ ആ വാതിൽക്കൽ നിന്ന് ഓടുന്ന മനസ്സാണ് നിന്റേത്. അതായത് നീ നിന്റേതായ ഒരു സുഖങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അത്രയേ ഉള്ളൂ.
ഉദാഹരണം പറയാം, നമ്മുടെയൊക്കെ ഒരു അവസ്ഥ. ഞാൻ ഉദാഹരണം പറയാം. ഉറക്കിക്കിടത്തിയ കുഞ്ഞിനെ തൊട്ടിൽ കുഞ്ഞിനെ ഉറക്കിക്കിടത്തി അമ്മ അല്ലെങ്കിൽ ഉമ്മ. ഈ മാതാവ് കുഞ്ഞിനെ തൊട്ടിൽ ഉറക്കിക്കിടത്തി. പിന്നെ അടുക്കള പണി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മനസ്സിലായി ഉപ്പില്ല വീട്ടിൽ, അല്ലെങ്കിൽ മുളകില്ല, അല്ലെങ്കിൽ പച്ചക്കറി അറിയാവുന്ന ഒരു കത്തി വീട്ടിലില്ല. അതിനിടയിൽ ചെറിയ ഒരു ഞരക്കം ഇങ്ങനെ കേട്ടു. എവിടുന്ന്? തൊട്ടിലിന്റെ ഉള്ളിൽ നിന്ന്. ഇനി അയൽ വീടുകളിൽ പോയി അന്വേഷിക്കാനാകട്ടെ, ഇവിടെ കുട്ടി ഉണർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കുട്ടി ഉണർന്നാൽ കുട്ടിയെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളിപ്പിച്ച് അങ്ങനെ പാല് കൊടുത്ത് കുട്ടിയെ സമാധാനിപ്പിക്കാം. അതിനിടയിലും പച്ചക്കറിയുടെ അരിയലോ ഉപ്പിടലോ ഒക്കെ ഒരു വിദഗ്ധയായ ഒരു പാചകക്കാരിയാണെങ്കിൽ നടന്നുകയും ചെയ്യും. പക്ഷെ സാധനമില്ല, ഉപ്പില്ല, മുളകില്ല, അല്ലെങ്കിൽ കത്തിയില്ല. ഇത് അയൽ വീട്ടിലുണ്ട്, അവിടെ വാങ്ങിക്കൊണ്ടുവരാം. ഈ പെണ്ണ് അയൽ വീട്ടിലേക്ക് ഓടും. മനസ്സിലായോ പറഞ്ഞത്? ഈ പെണ്ണ് അയൽ വീട്ടിലേക്ക് കൂടിയിട്ട് ആ അയൽ വീട്ടിന്റെ വാതിൽ മുട്ടും. സക്കീന, ഉപ്പുണ്ടെങ്കിൽ ലേശെടുക്ക്. സക്കീന, മൈമൂന, മുളകുണ്ടെങ്കിൽ 2 മുളക് ഇങ്ങോട്ടെടുക്ക്. ഫാത്തിമ, ആ കളിക്കത്തി ഒന്നുകൊണ്ട് തൽക്കാലം 10 മിനിറ്റ് ഒന്നും ഇങ്ങോട്ട് ഇതാ. മനസ്സിലായോ പറഞ്ഞത്? അവിടെ വാതിൽ മുട്ടുന്നുണ്ട് ഈ പെണ്ണ്. മനസ്സെവിടെയാ? മനസ്സെവിടെയാ? തൊട്ടില്. ഇതാണ് നമ്മൾ 25 കൊല്ലം അള്ളാന്റെ വാതിൽ മുട്ടിയത്. എങ്ങനെ നേടാനാണ്? എങ്ങനെ നേടും? ചിന്തിക്ക്. മനസ്സുകൊണ്ട് നമ്മൾ അവിടെ ഇല്ല. വളരെ നമ്മൾ ചിന്തിക്കണം. ചില ആള് നമ്മൾ പറയാ, ഞാൻ ദ്വാരക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലേ. ഈ ആഴ്ചയിലും ഒരു സഹോദരൻ എനിക്ക് സന്ദേശം അറിയിച്ചിട്ടുണ്ട്, 10 കൊല്ലം പൂർത്തിയാവുന്നു ഞാൻ അള്ളാന്റെ വാതിൽ മുട്ടാൻ തുടങ്ങിയിട്ട്. ഈ ആഴ്ചയും ഒരു സഹോദരൻ എനിക്കറിയിച്ചു, എൻ്റെ ആയുസ് തീരാൻ പോവാണ്, അള്ളാന്റെ വാതിൽ തുറന്നിട്ടിട്ടില്ല. എന്താ മനസ്സിലായോ? ഇതാ പ്രശ്നം. നമ്മള് കറിക്കത്തി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉപ്പില്ലാത്തതുകൊണ്ട് സക്കീനത്തായുടെ വാതിൽ മുട്ടിയ ഈ ഫാത്തിമയെ പോലെയാണ് നമ്മൾ. വാതിൽ മുട്ടിയിട്ടുണ്ട്. വൽബാബു മഫ്തൂഹ് എന്ന വാതിൽ അടച്ചിട്ടുമില്ല. അടച്ചതായി നമുക്ക് തോന്നാണ്, ഒന്ന് ചാരിയിട്ടേ ഉള്ളൂ. സത്യത്തിൽ ആ വാതിൽ മുട്ടേണ്ടതുമില്ല. ഒന്നിങ്ങനെ കൈകൊണ്ട് വെച്ചാൽ തന്നെ ആ വാതിൽ തുറക്കും. പക്ഷെ നമ്മളുടെ മനസ്സിവിടെ ആയതുകൊണ്ട് ആ വാതിൽ തുറന്നു കിടക്കുകയാണെന്ന് പോലും കാണാൻ നമുക്ക് കഴിയൂല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. കോഴിക്കുഞ്ഞ് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി സക്കീനത്ത എന്ത് ചെയ്തിട്ടുണ്ട്? തൽക്കാലം വാതിലൊന്ന് ചാരിയിട്ടുണ്ട്. അതിന് അടക്കാന്ന് പറഞ്ഞുകൂടാ. അത് 2 പൊളിയും ഒന്നിങ്ങനെ തമ്മിൽ ഒട്ടിച്ചു വെച്ചിട്ടേ ഉള്ളൂ. എന്തിന്? തൽക്കാലം കുഞ്ഞിക്കോഴിയുടെ ആ കുഞ്ഞ് കൊക്ക് കൊണ്ട് അത് തുറക്കാൻ പറ്റരുത്. അത്ര ആ രൂപത്തിൽ ഒന്നിങ്ങനെ ഒപ്പിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അതെന്തല്ല, അത് അടക്കലല്ല. അത് അടക്കൽ, വാതിൽ അടക്കൽ എന്ന് ആരും പറയില്ല. അതൊന്ന് മെല്ലെ ചാരിയിട്ടേ ഉള്ളൂ. മനസ്സിലായി പറഞ്ഞത്? പക്ഷെ ഈ ചാരിയ വാതിലിനെ കണ്ടപ്പോൾ ഫാത്തിമ എന്ത് വിചാരിച്ച്? അടച്ചതാണ്. എന്തുകൊണ്ട് വിചാരിച്ച്? എന്തുകൊണ്ട് അവൾ അങ്ങനെ വിചാരിച്ച്? എന്തുകൊണ്ടാണ് സക്കീനത്തായുടെ വീട്ടിന്റെ വാതിൽ അടച്ചതാണ് എന്ന് ഫാത്തിമ തെറ്റിദ്ധരിച്ചത്? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഫാത്തിമയുടെ മനസ്സ് വീട്ടിലാണ്. അപ്പോൾ അത് തുറന്നു കിടക്കാണ് എന്ന് കാണാൻ പോലും ഫാത്തിമക്ക് കഴിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. അല്ലാഹുവിന്റെ വാതിൽ എല്ലാവരിലേക്കും തുറന്നു കിടക്കണം. പക്ഷെ എന്ത് ചെയ്യണം? നീ അള്ളാഹുവിന്റെ ആളായി വാതിൽ മുട്ടണം. നീ വാതിൽ അടുത്തെത്തുമ്പോൾ നീ അള്ളാഹുവിന്റെ വാതിലാണ് മുട്ടുന്നത് എന്ന ബോധം നിനക്കുണ്ടാകണം. ഒരു നിലക്ക് വാതിൽ മുട്ടേണ്ടതുമില്ല. അൽബാബ് മഫ്തൂഹ്, വാതിൽ തുറന്നെടുക്കണം. മനസ്സിലായി പറഞ്ഞത്? അള്ളാഹുവിന്റെ വാതിൽ മുട്ടുക എന്നൊരാൾ പ്രസംഗിക്കുന്നത് കേട്ടു.
റാബിഅത്തുൽ അദവിയ്യ. അപ്പോഴാണ് റാബിഅ ഈ വാക്ക് പറഞ്ഞത്, വാതിൽ മുട്ടേണ്ടതില്ല, വാതിൽ തുറന്നു കിടക്കുക. പക്ഷേ അത് തുറന്നു കിടക്കുകയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ അള്ളാഹുവിൻ്റെ ആളാണ്, നീ അള്ളാഹുവിലേക്ക് വരണം. പക്ഷേ ആ വാതിലിൽ നിന്ന് ഓടാൻ വേണ്ടിയാണ് നീ വാതിലിലേക്ക് നോക്കിയത്. അപ്പോൾ തുറന്നു കിടക്കുന്ന വാതിൽ തുറന്നതാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല. നീ വാതിലിലേക്ക് ഓടിയവനല്ല, വാതിലിൽ നിന്ന് ഓടിയവനാണ്. മനസ്സിലായില്ല? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം, അപ്പോഴേ മനസ്സിലാവും. വാക്കല്ല, റാബിഅത്തുൽ അദവിയുടെ വാക്ക. മനസ്സിലായില്ലേ? അവൻ ചിന്തിക്ക്. ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ. എന്താ പ്രസംഗിക്കുന്നത് കേട്ടത്? ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, അള്ളാഹിന്റെ വാതിൽ മുട്ടു, വാതിലിൽ മുട്ടു. അപ്പോൾ റാബിഅ പറഞ്ഞു, എങ്ങനെ വാതിൽ എന്തിന് മുട്ടണം? അള്ളാഹുവിന്റെ വാതിൽ സൃഷ്ടികൾക്ക് വേണ്ടി തുറന്നു വെച്ചതാണ്. പക്ഷേ നീ എങ്ങനെ ആ വാതിൽ തുറന്നു വെച്ചതാണെന്ന് മനസ്സിലാക്കും? ആ വാതിലിനെ വിട്ട് ഓടാനാണ് നീ വന്നത്, അല്ലാതെ നീ അള്ളാഹുവിലേക്ക് ഓടാൻ വന്നതല്ല, വാതിലിലേക്ക് ഓടാൻ വന്നതല്ല, വാതിലിനെയും വിട്ടോടാൻ വന്നതാ. മനസ്സിലായോ പറഞ്ഞത്? നിനക്കത് ലക്ഷ്യമില്ല. നീ ഒരു സെക്കൻഡ് കൊണ്ട് കറിക്കത്തി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു. മനസ്സിലായോ? നേരെ മറിച്ച് നീ വീട്ടിലിരുന്ന് ചടച്ചു, അല്ലെങ്കിൽ ഫാത്തിമ വീട്ടിലിരുന്ന് ചടച്ചു. അപ്പോൾ എന്തേത്? അപ്പോൾ സക്കീനയുടെ വീട്ടിലേക്ക് വന്നു, കുറച്ച് സംസാരിച്ചിരിക്കാൻ വേണ്ടി. കുട്ടിയുണ്ട്, പ്രായത്തായി ഇങ്ങനെ വന്ന്. അപ്പോൾ വാതിൽ ശരിക്ക് അടച്ചതായിരുന്നു. എന്നാൽ അവൾ മുട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ പറ്റിയില്ലെങ്കിൽ അങ്ങേ ഭാഗത്ത് വാതിൽ മുട്ടും. അടുക്കള വാതിൽ മുട്ടിയിട്ട് തുറന്നില്ലെങ്കിൽ പറ ചെറിയ മുട്ടുമുട്ടും, പിന്നെ അതിനേക്കാൾ വലിയ ഊക്കിൽ മുട്ടും, പിന്നെ അതിനേക്കാൾ ഊക്കിൽ മുട്ടും, വലിയ വായിൽ വിളിക്കും, സക്കീന സക്കീന. ഒരു വേള നിന്റെ മനസ്സ് മന്ത്രിച്ചു, സക്കീനത്തെയും ഭർത്താവും വേണമെങ്കിൽ വാതിലടച്ച് എങ്ങോട്ട് പോയതായിരിക്കാം. എന്നാലും നീ അത് നിന്റെ മനസ്സിനെ വിശ്വസിപ്പിച്ചില്ല. എന്തുകൊണ്ട്? ചടച്ച മനസ്സ് ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഒന്ന് നിർവൃതി കൊള്ളാൻ വേണ്ടി സക്കീനയിലേക്ക് വന്നതാണ്. നീ നിന്നിൽ ചടച്ചപ്പോൾ നീ സക്കീനയിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി വന്നതാണ് ഫാത്തിമ. മനസ്സിലായി? എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അവിടെ ഒരു 10 മിനിറ്റ് വീടിന്റെ പരിസരത്ത് നിന്നാലും ഇനി വാതിലൊക്കെ പല വട്ടം തട്ടിയിട്ടും തുറക്കുന്നില്ല. അപ്പോൾ വീട്ടിനുള്ളിൽ ആളില്ലാന്ന് ഫാത്തിമത്താക്ക് ബോധ്യപ്പെട്ടു. എങ്കിലും ഫാത്തിമത്ത് തൽക്കാലം അവരിവിടെ ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോയതായിരിക്കും, ഇപ്പോൾ വരുമായിരിക്കും എന്ന് വിചാരിച്ച് സിറ്റ് ഔട്ടിൽ തൽക്കാലം അവിടെ കണ്ട പത്രം വായിച്ച് കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. അതിനിടയിൽ സക്കീന തിരിച്ചു വരും. അല്ലാ, ആരായി ഇരിക്കുന്നത്? ഞാൻ എത്ര നേരായിട്ട് വന്നിട്ട്, ഞാൻ നിന്നെ കാത്തിരുന്നതാ എന്ന് പറയും. ഇവരിടയിൽ ഫോണോ മറ്റോ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ, സക്കീനയിലാണ് സന്തോഷം എന്ന് ഫാത്തിമ മനസ്സിലാക്കിയപ്പോൾ എത്ര സമയം ചെലവഴിക്കാനും എത്ര ക്ഷമിക്കാനും ഫാത്തിമ തയ്യാറാണ്. ഇനി ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മൾ 10 കൊല്ലം നമ്മൾ അള്ളാന്റെ വാതിൽ 10 കൊല്ലം മുട്ടിയെന്നാണ് ഈ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞത്. ഞാൻ അള്ളാന്റെ വാതിലിൽ 10 കൊല്ലം മുട്ടിയിട്ടും തുറന്നില്ല അവിടെ ഉസ്താദേനവർ. പക്ഷേ ഈ 10 കൊല്ലം മുട്ടിയപ്പോഴും 10 മിനിറ്റിന്റെ ക്ഷമ ഉണ്ടായിരുന്നില്ല. കാലങ്ങനെ കഴിഞ്ഞു ഇനിയുള്ളൂ. തുറക്കുന്നത് വരെ മുട്ടും എന്ന് ഇല്ല. നമ്മൾ ആ കറിക്കത്തിക്ക് ഓടി വന്നത് പോലെ വന്നതാണ്. പിന്നെ എന്റെ പോകാഞ്ഞു, വേറെ പോകാൻ അഭയമില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട്? നമ്മൾ സത്യത്തിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓടി വന്നതാണ്. വളരെ കത്തി കിട്ടിയാ ഓടാൻ വേണ്ടി വന്നതാ. പിന്നെ വീടിന്റെ പരിസരത്തൂടെ ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് പരിസരത്തൊരു വീട് വേറെ ഇല്ലാത്തതുകൊണ്ടാ. കത്തി കിട്ടിയാ ഓടും. മനസ്സിലായില്ലേ? ഇത് ചിന്തിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വാതിൽ തുറന്നു കിടക്കുക, അള്ളാഹുവിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. നീ ആ വാതിലിനെ വിട്ട് ഓടുകയാണ്. അള്ളാഹുവിന്റെ വാതിൽ വിട്ട്, വാതിലിനെയും വിട്ട് നമ്മൾ ഓടുകയാണ്. ആ വാതിൽക്കിലേക്ക് വന്നപ്പോൾ തന്നെ സ്വകാര്യമായ നമ്മുടെ സ്വകീയ താല്പര്യങ്ങളല്ലാത്ത ഒരു ഉദ്ദേശവും നമുക്കില്ല. അള്ളാഹുവിൽ നമ്മൾക്ക് നിർവൃതി കൊള്ളുന്നുണ്ടോ? ഇല്ല. നമുക്ക് നമ്മളിലാണ് നിർവൃതി. നിങ്ങൾ എൻ്റെ കൂടെ വരണം, ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ വാതിൽ മുട്ടിയത് അള്ളാഹുവിൽ സന്തോഷിച്ചിട്ടാണോ? അല്ല.
തന്റെ താല്പര്യത്തിന്. ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ വാതിൽക്കൽ തന്നെ നിൽക്കും. അവർക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാമ്രാജ്യം പോലെയുള്ള സാമ്രാജ്യം ലഭിച്ചാലും അതിലൊന്നും അവരിടപെടില്ല. അതിലൊന്നും അവരുടെ മനസ്സിടപെടില്ല. ശരീരം ഇടപെടില്ല എന്നല്ല, മനസ്സ് ഇടപെടില്ല. അവരല്ലാഹുവിന്റെ വാതിൽക്കൽ നിൽക്കും. അവരാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ ആളുകൾ. അള്ളാഹുവിന്റെ ആളുകൾ ആരാണ് എന്നതിന് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാക്കുണ്ട്, ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അബൂ അബ്ദുറഹ്മാൻ അസ്സലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സമിഅതു അബൂ ഹുസൈൻ അൽ ഫാരിസി സമിഅതു യൂസുഫ് ബിൻ അലി റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? ലാ യകൂനുൽ ആരിഫു ആരിഫൻ ഹത്താ ലൗ ഉതിയ മിസ്ലു മുൽക്കി സുലൈമാൻ ലം യുശ്ഗിൽഹു അനില്ലാഹ് തുർഫത ഐനി. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ആളാകണമെങ്കിൽ, അള്ളാഹിനെ അറിഞ്ഞവൻ, അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് അള്ളാഹുവിന്റെ താല്പര്യത്തിൽ വെമ്പൽ കൊള്ളുക, അതാണ് ആരിഫ്. അല്ലാതെ അള്ളാഹുവിനെ പൂർണ്ണമായി അറിയാൻ സൃഷ്ടിക്ക് കഴിയില്ല. അവൻ മഅബൂദാണ്, അവൻ പരിശുദ്ധനായ ഖാലിഖാണ്, നമ്മൾ നിസ്സാരനായ സൃഷ്ടിയാണ്. ഒരാൾക്കും അള്ളാഹുവിനെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. വളരെ ചിന്തിക്കണം. ഒരാൾ അള്ളാഹുവിന്റെ താല്പര്യക്കാരനായാൽ തന്നെ അള്ളാഹുവിന്റെ ആരിഫായി. അവന്റെ താല്പര്യം അവൻ്റേതല്ല, അവന്റെ താല്പര്യം അള്ളാഹുവിൻ്റെതാണ്. അങ്ങനെ ആയാൽ അവനൊരു അടയാളമുണ്ട്. എന്താ അടയാളം? ലൗ ഉതിയ മിസ്ല മുൽക്കി സുലൈമാൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാജാധികാരത്തിന്റെ അത്ര അയാൾക്ക് ലഭിച്ചാലും ലം യുശ്ഗിൽഹു അനില്ലാഹി തുർഫത ഐനിൻ, ഒരു കണ്ണടച്ച് തുറക്കുന്ന നേരം പോലും അള്ളാഹുവിനെയും വിട്ട് ചിന്തിക്കാൻ അവന് കഴിയുകയില്ല. അതാണ് ആരിഫ്. മനസ്സിലായോ നിങ്ങൾക്ക്? മറ്റതൊക്കെ തലേക്കെട്ട്, മറ്റതൊക്കെ തലേക്കെട്ട്. തലേക്കെട്ടിന് വണ്ണം കൂടിയതുകൊണ്ട് ആരിഫാവും. നോട്ടീസിൽ ആരിഫ്യങ്ങൾ എന്ന് അച്ചടിച്ചത് കൊണ്ട് ആരിഫാവും. ചിലപ്പോൾ ആരിഫ ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിരിക്കും അതിന്മേൽ. അതിൻ്റെ ലൈറ്റും സൗണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ആരിഫ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊരു സ്ഥാപനം. ചിലപ്പോൾ ആരിഫ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ നിന്നായിരിക്കും അവിടുത്തെ ലൈറ്റും സൗണ്ടും ഒക്കെ വരുന്നത്. അതുകൊണ്ടായിരിക്കാം നോട്ടീസിൽ ആരിഫ്യങ്ങൾ എന്ന് കൊടുത്ത്. ചിന്തിക്കുക, മനസ്സിലോട്ടാ പറഞ്ഞത്. ആരിഫ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ നിന്ന് ലൈറ്റ് സൗണ്ട് വാങ്ങിയത് കൊണ്ട് വരുന്ന ആൾ ആരിഫാവൂല, സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ ആരിഫാവൂല. ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ദേഷ്യം ഒഴിവാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ആരുടെ ദേഷ്യം എനിക്ക് പ്രശ്നമല്ല. ഞാൻ അതൊക്കെ ഞാൻ എല്ലാ ലാത്തയും ഒഴിവാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. അള്ളാഹു തആല നന്നാക്കി തരട്ടെ. നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ താല്പര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ കുറെ ആളുകളെ പേടിച്ചിട്ട് സംസാരിക്കാൻ കഴിയില്ല. നോട്ടീസിൽ ആരിഫ്യങ്ങൾ എന്നൊക്കെ എഴുതിവിടും. അതൊക്കെ എഴുതി വിടുന്നവരുടെ താല്പര്യമാണ്. അവർക്ക് അതിൽ ചില താല്പര്യം ഉണ്ടാവും. നോട്ടീസിൽ ഇങ്ങനെ എഴുതി വിട്ടാലേ ആള് കൂടുക എന്ന താല്പര്യം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ വലിയ ഫണ്ട് റൈസിങ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വന്നാൾ ആരിഫാവൂല. ആരിഫ് സ്റ്റേജിൽ കയറിക്കൊള്ളണം എന്നില്ല. ആരിഫ് സ്റ്റേജിൽ കയറാം, കയറാതിരിക്കാം. കയറിയാലും ആരിഫാണ്, കയറിയിട്ടില്ലെങ്കിൽ ആരിഫാണ്. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു നായകളെയും കൊണ്ട് നടന്നിരുന്നു. ചൊറി പിടിച്ച നായം കൊണ്ട് നടക്കുക. 2 നായ ഉണ്ടാവും കൂടെ മൻസൂർ ഹല്ലാജിന്റെ. ഏത് വാതിൽ വന്നാലും ആട്ടും. നായ പിന്നാലെ ഉണ്ടാവും, നായ പിന്നാലെ ഉണ്ടാവും. ആരുടെ? മൻസൂർ ഹല്ലാജിന്റെ റളിയല്ലാഹു അൻഹു. ആ മൻസൂർ ഹല്ലാജിനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു എന്തു പറഞ്ഞത്? ഹല്ലാജിനെ കൊല്ലാൻ വേണ്ടി ഫത്വ കൊടുത്തിരുന്ന കാലത്ത് ഞാൻ ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ ആ കൊല്ലാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ അത്രയും വലിയ ആരിഫായിരുന്നു മൻസൂർ ഹല്ലാജ് എന്ന് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു. ചിന്തിക്കുക. ആരാ ഹല്ലാജ്? ഹല്ലാജിന്റെ സ്റ്റേജിൽ പോയിട്ട് സദസ്സ് കയറ്റൂല, വാതിൽക്കൽ കയറ്റൂല. എന്തുകൊണ്ട്? ചൊറി പിടിച്ച 2 നായ കൂടെ ഉണ്ട്. എപ്പോഴും വല്ലതും കിട്ടിയാൽ നായക്ക് ഞാൻ കൊടുക്കുക. എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തും മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു. ബാക്കിയൊക്കെ നായക്ക് ഞാൻ കൊടുക്കും. മനസ്സിലായോ? ഒരു സദസ്സിൽ പോയിട്ട്, സ്റ്റേജിൽ പോയിട്ട്, ഒരു വീട്ടിൽ കയറ്റാത്ത ഒരു പ്രകൃതമായി
കുറെ കാലം നടന്നു. ഒരു മജ്‌ലിസിലേക്ക് വന്നപ്പോൾ ആ മജ്‌ലിസിലെ ആളുകൾ മുഴുവനും അദ്ദേഹത്തെ നിന്ദിച്ചു. എന്തുകൊണ്ട്? നായുള്ള ഒരാളാ കയറി വരുന്നു. വന്നത് ഹല്ലാജാണ് എന്നവർക്ക് മനസ്സിലായില്ല. ആ കൂട്ടത്തിൽ ഒരു ആരിഫായ ആളുണ്ടായിരുന്നു. അദ്ദേഹം ഓടി വന്ന് ഹല്ലാജിനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് ഹല്ലാജിന്റെ മഹത്വം അവർക്ക് മനസ്സിലായത്. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ എന്താണ് ആരിഫ്? എന്താ ആരിഫ്? ആരിഫ് എന്നാൽ എന്താ? ആരിഫ് എന്നാൽ ആരാണ് ആരിഫ്? യഥാർത്ഥത്തിൽ ഒരാൾ ആരിഫായാൽ അല്ലാഹുവിൽ നിർവൃതൻ, അതാണ് ആരിഫ്. അങ്ങനെയായാൽ ലൗ ഉഅതിയ മിസ്ല മുൽക്കി സുലൈമാൻ ലം യുസ്ഖിൽഹു അനില്ലാഹി തുർഫത ഐനി. ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തന്റെ റിസാലത്തുൽ ഖുശൈരിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഇത് ഉദ്ധരിക്കുന്നത്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ഹഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് النبي صلى الله حق لا إله إلا الله. ചിന്തിക്കണം. അല്ലാഹുവിലേക്ക് വരണം. അല്ലാഹു നിർവൃതിയാവണം. ഒരു താല്പര്യമില്ല, ഒരിനൊന്നുമില്ല, തൻ്റെതായ ഒരു പണിയുമില്ല, തൻ്റെതായ ഒരു പണിയുമില്ല. അപ്പോൾ പിന്നെ സക്കീനയുടെ വീട്ടിലെത്തുക എന്നതാ സന്തോഷം. സക്കീന ഇല്ലെങ്കിലും ആ വാതിലിന്റെ ഉമ്മർപ്പടിയിൽ കുറെ നേരം ഇരിക്കുക എന്നതാണ് ഫാത്തിമയുടെ സന്തോഷം. സക്കീനെല്ലാം ബോധ്യപ്പെട്ടാലും ഫാത്തിമ അവിടെ തന്നെ ഇരിക്കും. ചിലപ്പോൾ ആ ഇരുത്തം 1 മണിക്കൂറോ 2 മണിക്കൂറോ അങ്ങനെ ഇരുന്നേക്കും. ചിലപ്പോൾ ഭർത്താവ് അവളെ കാണാതെ അവിടെ നിന്ന് വാതിലൊക്കെ ഭർത്താവ് ഇതുപോലെ വാതിൽ വന്ന് മുട്ടും. എന്റെ ഫാത്തിമാനെ തേടി വന്നതാ ഫാത്തിമാന്റെ ഭർത്താവ്. പിന്നെ ഭർത്താവ് സക്കീനയുടെ വീട്ടിലുണ്ടോയെന്ന് അന്വേഷിച്ച് വരുമ്പോഴാണ് 2 മണിക്കൂർ 3 മണിക്കൂറായി 2.5 മണിക്കൂറായി പോന്നിട്ട് എന്ന് ഫാത്തിമാക്ക് മനസ്സിലാവുക. ടൈമും മനസ്സിലായില്ല. എല്ലാ മൊബൈലും ഒക്കെ ഒഴിവാക്കി വന്നതാണ്. എന്തുകൊണ്ട്? ഒരു മൊബൈലും ഡിസ്റ്റർബ് ചെയ്യണ്ട, എനിക്ക് സക്കീനയിൽ കുറച്ചു നേരം സന്തോഷിച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി വന്നതാണ്, വേറൊന്നുമില്ല. സക്കീന ഇല്ലെങ്കിലും ഫാത്തിമ സക്കീനാന്റെ വീട്ടുവാതിൽക്കൽ നിന്ന് പോവില്ല. വളരെ ഈ അങ്ങനെ വന്നാൽ അവിടെ വാതിലടക്കൂല. 10 കൊല്ലം മുട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. 10 കൊല്ലം മുട്ടിയാലോ 10 കൊല്ലം മുട്ടേണ്ടി വന്നാൽ അതൊരു അലക്കൽ മാത്രമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ വേണ്ടി വന്നേക്കാം. എപ്പോൾ അള്ളാഹുവിലേക്ക് വന്നാലും ചിലപ്പോൾ 10 കൊല്ലം. എന്തുകൊണ്ട്? കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്തു പോയ അബദ്ധങ്ങൾ, ചിന്തയിലും നിലപാടിലും കാഴ്ചപ്പാടിലും വന്ന അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളെ കഴുകിക്കളയാൻ വേണ്ടി ഒരല്പനേരം ആ വാതിലിൽ ഇരുത്തിയേക്കും. അതും ശുദ്ധീകരണമാണ്. അത് നമുക്ക് മനസ്സിലാവും ചെയ്യും. എന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിക്കുക. ഒരു സഹോദരൻ, ഞാനിതിന്ന് പറയാനുള്ള കാരണം, ഒരു സഹോദരൻ ഈ കേരളത്തിന്റെ മധ്യ കേരളത്തിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ ഈ ആഴ്ച അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തു. എന്താ മെസ്സേജ്? ഞാൻ അള്ളാഹുവിന്റെ വാതിലിൽ മുട്ടാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം വാതിൽ തുറന്നില്ല. ആയുസ് തീരുന്നു, എനിക്ക് വാതിൽ തുറന്നു കിട്ടൂലേ? വാതിൽ അടച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ശുദ്ധീകരണ കാലഘട്ടമായിരിക്കും. പക്ഷേ നിങ്ങൾ അള്ളാഹുവിന്റെ വാതിൽക്കിലേക്ക് വരണം. ആ വാതിലിന് വിട്ട് ഓടാൻ വേണ്ടി വരും. വളരെ മനസ്സിലായോ നിങ്ങൾക്ക്? അത് ചിന്തിക്കണം. സക്കീനയുടെ കയ്യിൽ നിന്ന് കറിക്കത്തി വാങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ പോയി കറിക്കുള്ള സാധനം അരിയുക എന്ന ലക്ഷ്യത്തിന് ഓടി വന്നതാണെങ്കിൽ അവൾ സക്കീനയിൽ സന്തോഷിക്കാൻ വേണ്ടി വന്നതല്ല. വളരെ ചിന്തിക്കണം. ഇതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ ആളാണ്. അള്ളാഹിന്റെ ആളായ
അല്ലാഹുവിന്റെ ആളായാൽ നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആളാവുക. അതാണ് നമ്മുടെ സൃഷ്ടി. അള്ളാഹു നമ്മെ പടച്ചതിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾക്ക് അള്ളാഹുവിന്റെ മഅരിഫത്ത് ലഭിക്കും. അതാണ് ഏറ്റവും വലിയ ശുക്ർ. ആ മഅരിഫത്ത് ലഭിക്കുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരുക. അതാണ് യഥാർത്ഥത്തിൽ ശുക്ർ. പിന്നെ അവന്റെ ഹാല് മുഴുവനും ശുക്ര. അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ശുക്ര. അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ശുക്രാണ്. അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ശുക്രാണ്. ഒരു മഹാൻ പറഞ്ഞു, ആരിഫിന്റെ സുക്കൂത്താണ് ആലിമിന്റെ ഇബാദത്തിനേക്കാൾ നല്ലത്. മനസ്സിലായില്ല? ആലിമിന്റെ ഇബാദത്തിനേക്കാളും നല്ലത് ആരിഫിന്റെ സുക്കൂത്താണ്. അള്ളാഹുവിന് ആരിഫിന്റെ സുക്കൂത്തിലാണ് ആലിമിന്റെ സംസാരത്തെക്കാൾ താല്പര്യം. ആലിം പോലും അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരുടെ അവസ്ഥ എങ്ങനെയിരിക്കും? അതായത് പ്രത്യക്ഷ കാര്യങ്ങൾ പഠിച്ചു, അതിനെ കൊള്ളുകയും കൊടുക്കുകയും ചെയ്തതിന് വ്യാപൃതരാകുന്നു നമ്മളെപ്പോലത്തെ ആളുകൾ. നമ്മൾ സദാസമയം ദിക്ർ ചൊല്ലുന്നു, മനസ്സ് ആരുടെ അടുത്തില്ല? അള്ളാന്റെ അടുത്തില്ല. എന്നാൽ ഒരു ആരിഫ് ഉണ്ടാതിരിക്കണം. ആരിഫിന്റെ സുക്കൂത്താണ്, ആരിഫിന്റെ സുക്കൂത്തായിരിക്കും ആലിമിന്റെ ദിക്റിനേക്കാൾ അള്ളാഹുവിന്റെ താല്പര്യം എന്ന് റിസാലത്തുൽ ഖുശൈരിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ പറയല്ല, വളരെ ചിന്തിക്കണം. എന്റെ ആരിഫിന്റെ സുക്കൂത്തിന് ആരും മിണ്ടണില്ല. മിണ്ടാതെ ചിന്തിക്ക്. ഞാൻ ബഹുമാനപ്പെട്ട തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരെ പലപ്പോഴും കണ്ട അവസ്ഥ എനിക്കുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു വലിയ ദിക്ർ ചൊല്ലിയിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നവരെല്ലാം സാക്കിര്യങ്ങളായിരിക്കും. എന്നിട്ടും ഈ സാക്കിത്താണ് വലിയ. ഈ മിണ്ടായിരിക്കണം മനുഷ്യൻ വലിയ. മിണ്ടന നമ്മൾ നാടൻ. നമ്മളെന്താ പറയണേ? നമ്മൾ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയാം. കീശേരി അങ്ങാടിയിൽ പീടിക മുകളിൽ ഇരിക്കേണ്ട തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1-2 ആയി. ആ 1-2 മണിക്കൂർ കൊണ്ട് നമ്മൾ 10,000-കണക്കിന് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ചൊല്ലി. എന്നിട്ട് നമ്മൾ നാടനാണ്. അദ്ദേഹമോ നമ്മൾ നോക്കുമ്പോഴെല്ലാം അദ്ദേഹം ഒരു കാലിന്റെ മേൽ മറ്റേ കാലിൽ പണച്ചു വെച്ച് അനന്തതയിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുക. മിണ്ടനേല്ല. മിണ്ടാതിരിക്കുന്നവൻ വലിയ, മിണ്ടിയവൻ അന്തല്ലാത്തവൻ. എന്താ വ്യത്യാസം? എന്താ നിന്റെ കൂടെ ഉണ്ടാ? ഇനി ഒരു വിധി എഴുത്തുകാരനായ ഒരു മൂന്നാം കക്ഷിക്ക് വന്നിട്ട് വിധി എഴുതാം. നിങ്ങളല്ലേ അള്ളാന്റെ ഔലിയാക്കന്മാര്, നിങ്ങൾ ഫുൾ ടൈം ദിക്റിലാണല്ലോ. അയാളാണ് അങ്ങനെ അങ്ങാടിക്ക് നോക്കിയിരിക്കുക. അങ്ങനെ പറയാലോ? അങ്ങനെ പറയുന്നവരുണ്ടല്ലോ, ഉണ്ടാവാലോ. മനസ്സിലായ നിങ്ങൾക്ക്? ആ അനന്തതയിലേക്ക് നോക്കി മിണ്ടാതിരിക്കുന്ന മനുഷ്യൻ വലിയാണ്, ആരിഫാണ് എന്ന് എനിക്കുറപ്പാണ്. നിങ്ങൾക്ക് ഉറപ്പായാലും ഇല്ലെങ്കിലും തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവിന്റെ ആരിഫും വലിയുമായിരുന്നു എന്ന് എനിക്കുറപ്പാണ്. നിങ്ങൾക്കുറപ്പായോ ഇല്ലേ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. കഴിഞ്ഞ കാലത്ത് മരിച്ചുപോയ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിലും ഔലിയാക്കളിലും പ്രധാനപ്പെട്ട നമ്മുടെ കാഴ്ചയിൽ സമുന്നതനായിരുന്നു മഹാനായ തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു അവരുടെ സ്ഥാനത്തെയും മഹത്വത്തെയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, ചിന്തിക്ക്. എന്നിട്ടോ ഞാൻ ആ മനുഷ്യനെ കണ്ട മാത്രയിലെല്ലാം, കണ്ട വേളയിലെല്ലാം ആ മനുഷ്യൻ സാക്കിത്ത എങ്ങോട്ടാ നോക്കുന്നതെന്ന് അറിയില്ല. കണ്ണിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ പോലും ചിലപ്പോൾ നമ്മളെ നോക്കിക്കൊള്ളൊന്നുമില്ല. അങ്ങനത്തെ അനുഭവം എനിക്കുണ്ട്. കണ്ണിന്റെ മുന്നിൽ പോയി നിന്നാലും ആ മനുഷ്യൻ നമ്മളെ നോക്കിക്കൊള്ളുന്നില്ല. നമ്മൾ ആ അങ്ങാടിയുള്ള ആളുകൾ മുഴുവനും, അല്ലെങ്കിൽ തൃപ്പഞ്ചിയിലെ തുറക്കാത്ത പള്ളിയുടെ സൈഡിലുള്ള ആ സൈഡിലെല്ലാം കൂടി നിന്ന ആളുകളെല്ലാം, അല്ലെങ്കിൽ ആ കുന്നിന്റെ മുകളിൽ കൂടിയുന്നവരെല്ലാം അവിടെ 100, 120, 150 ആളൊക്കെ ചിലപ്പോൾ ഒന്നിച്ചു കൂടും. അവരെല്ലാം ഈ മനുഷ്യൻ നോക്കുക, ഈ മനുഷ്യൻ അനന്തതയിലേക്ക് നോക്കുക. ഈ നിൽക്കുന്നവരെല്ലാം സ്വലാത്തിലാണ് പടച്ചോനെ നോക്കിയിട്ട് വർത്താനം പറഞ്ഞു മതി. കാരണം അത്രയും പ്രശ്നത്തിലാണ്. മകന് എന്നെ ബിസൊക്കെ കൊടുത്തിട്ടുണ്ട്, എപ്പോഴും പാസ്സായിട്ടില്ല. ബിസൊക്കെ വന്നതാണ്. എന്തിനാ ഞാൻ വന്നത്? എന്തിനാ 10,000 സുബ്ഹാനല്ലാഹ് ചൊല്ലി? എന്തിനാ? മകന് ഗൾഫിൽ പോയി, പണി കിട്ടി, പക്ഷെ ഉദ്ദേശ പണിയല്ല. ഒന്നും പറഞ്ഞിട്ടില്ല. വലാക്കണം, ദ്വാർപ്പിക്കണം. എന്തിന്? നമ്മൾ ഉദ്ദേശ പണിയല്ല. സൂപ്പർ മാർക്കറ്റിൽ ക്യാഷിലിരിക്കാന്ന് പറഞ്ഞാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. പക്ഷേ നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ സാധനം തുടക്കുന്ന പണിയാണ്. അതുകൊണ്ട് ക്യാഷിലായി കിട്ടും. അപ്പൊ ദ്വാർപ്പിക്കണം.
അതിനാണ് വലിയപ്പാപ്പാനെ തേടി വന്നത്. അതിനാണ് എന്ത് ചെയ്യുന്നത്? ഈ വലിയപ്പാപ്പാനെ തേടി വന്നത് അതിനാണ്. അതായിക്കോളാം, അത് ശരിയായിക്കോളും, ഞാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒട്ടല്ല, അടുത്ത് വിട്ട് ഒറ്റ വിട്ട്. മകനോട് പോയി ഫോൺ ചെയ്യും, അത് ഞാൻ ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ടുണ്ട്, ലെവലേക്കോളും. ഇനിയോ ഇനി ഈ വരവ് ഇതുപോലെ ശ്രദ്ധിക്കണമെങ്കിൽ എന്നാവണം? ഇനി ഇപ്പോഴും അല്ലാഹു ലക്ഷ്യമില്ല. മകളെ കെട്ടിക്കാനായി കെട്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കെട്ടിച്ചിട്ടുണ്ട്, പക്ഷേ പുതിയാപ്പിളക്ക് നമ്മൾ വിചാരിച്ചത് പോലത്തെ വരുമാനം കുറവാ. അപ്പോൾ കച്ചവടത്തിലൊക്കെ ഒന്ന് വരുമാനം കൂട്ടണം, എന്നാലേ മകൾക്ക് ഒന്നും കൂടി അടിച്ചു പൊളിച്ച് നടക്കാൻ കഴിയും. തിങ്കളാഴ്ചയെങ്കിൽ തിങ്കളാഴ്ച, വെള്ളിയാഴ്ചയെങ്കിൽ വെള്ളിയാഴ്ച, 2 ദിവസം തുറക്കുന്ന ഷോപ്പിംഗ് നടത്തണം. അതിന് വേണ്ട പുതിയാപ്പിള കയ്യിൽ എന്തുണ്ടാവുക? അല്ല, 2 ദിവസമാണെങ്കിലും ഷോപ്പ് തുറക്കണ്ടല്ല, ആ ദിവസം ഷോപ്പിംഗ് നടത്തണമെങ്കിലും വേണ്ടേ പുതിയാപ്പിള കയ്യിൽ വല്ലതും ഉണ്ടാവുക? അതിന് വേണ്ടി വന്നതാ. അതിന് ഏതെങ്കിലും കണ്ടവരൊക്കെ തേടി വന്നതാ. ഇനി ഒറിജിനൽ ആയിരിക്കും, ഏതെങ്കിലും തന്റെ മുന്നിൽ ആരിഫായി തോന്നിയ അല്ലെങ്കിൽ നോട്ടീസിൽ കണ്ട ആരിഫിനോട് മുഴുവൻ പറയാം. എന്റെ ആരോട് പറഞ്ഞാലും വേണ്ടില്ല, ഇതൊന്നും ലെവലാക്കി കിട്ടും. നിങ്ങൾ ചിന്തിക്കണം. മറ്റേയാളിന് തോട്ടല്ല, മറ്റേയാളിന് തുറയല്ല, ഒക്കെ ഉണ്ട്, ഒന്നുമില്ല ഇല്ലേ? നമ്മളെ പോലത്തെ വാപ്പാക്ക് ജനിച്ചല്ലേ? അതെ. സ്വത്ത് മുതലുള്ള വാപ്പാക്ക് ജനിച്ചല്ലേ? അതെ. മുതലില്ലേ? ഉണ്ട്. പക്ഷേ ഒരു സെക്കൻഡ് അള്ളാഹുവിനെയും വിട്ട് ചിന്തിച്ചിട്ടില്ല. വളരെ ചിന്തിക്കണം. ജമാഅത്തിന് വേണ്ടി പോകുന്ന ഒരു സ്ഥലത്ത് വെള്ളിയാഴ്ച റമളാൻ ആയപ്പോൾ എന്ത് ചെയ്ത്? റമളാൻ 1 തന്നെ ളുഹർ നിസ്കരിച്ചാൽ അദ്ദേഹം പ്രസംഗിക്കും. ളുഹർ കഴിഞ്ഞാൽ അദ്ദേഹം പ്രസംഗിക്കാൻ എണീറ്റും. അങ്ങനെ പ്രസംഗിക്കും. ഇത്രയും വലിയ മഹാനല്ലേ, അവർ പ്രസംഗിക്കുമ്പോൾ എണീറ്റ് പോകാൻ പറ്റൂല. കാരണം എന്നല്ലെങ്കിൽ നാളെ പിന്നെ ഒരു വിഷയത്തിന് അവിടെ പോയി പറയണ്ടേ. ഇങ്ങനെ അള്ളാഹിനെ പറ്റി, അള്ളാഹിന്റെ ദീനിനെ പറ്റി പ്രസംഗിക്കും. അതുകൊണ്ട് കമ്മിറ്റിക്കാരടക്കം ബുദ്ധിമുട്ടി. ജമാഅത്തിന് പോകാതിരിക്കാൻ പറ്റൂല, കാരണം അവിടുത്തെ ആളാണെന്നാൽ. പോയാലോ ളുഹറിന് ഒരു പരിപാടി നടക്കില്ല, അവിടുന്ന് വരാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യും എന്നാലോചിച്ച് റമളാൻ 10 കഴിഞ്ഞ് വയൽ നിർത്തിയില്ല. എല്ലാ ളുഹറിന് ശേഷം അവർ വയലുണ്ടാവും, നല്ലോണം ഉണ്ടാവും. അള്ളാഹിനെ പറ്റി, അള്ളാഹിന്റെ ദീനിനെ പറ്റി തൃപ്പഞ്ച് വേമൊഴി വയലറിയ. കമ്മിറ്റിക്കാരും നാട്ടുകാരും കുടുങ്ങി. അവസാനം എന്തായിരുന്നെങ്കിൽ ഒരു 10 ആയപ്പോൾ നാട്ടുകാരിലെ വലിയ വലിയ പ്രധാനപ്പെട്ട കമ്മിറ്റിക്കാരോട് തീരുമാനിച്ച് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് മൂപ്പർക്കട കൊടുക്കുക. സാധാരണ വയൽ നിർത്തുമ്പോഴാണല്ലോ പൈസ കൊടുക്കുക. അവർ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിനോട് കൊടുത്താൽ കുറച്ച് ദിവസമായല്ലോ വയൽ പറയണേ, റമളാനല്ലേ, പല ആവശ്യങ്ങളുണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറച്ച് പൈസ ഏതായാലും വയൽ കൊടുത്താൽ അതിപ്പോൾ കൊടുക്കലുമായി. അതോടുകൂടെ വയൽ അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ റമളാൻ 10-13 ആയപ്പോൾ പൈസ ഉണ്ടാക്കിയിട്ട് ഇവര് ഒരു ദിവസത്തെ ളുഹറിന്റെ വയൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊണ്ട് ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും കൂടി കൂടിയതാണ്. അപ്പൊ പറഞ്ഞ് അൽഹംദുലില്ലാ നന്നായി. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, ബദരീങ്ങൾ ആണ്ടിനിപ്പോ എവിടുന്നാ കുറച്ച് പൈസ ഇട്ടുക? നന്നായി, ഇരിക്കി. അപ്പൊ നമുക്ക് ബദരീങ്ങളാണ്ട് ഭംഗിയാക്കി നടത്താം. അൽഹംദുലില്ലാ വയൽ കഴിഞ്ഞ് നടന്നു. തുടങ്ങിയില്ല. എങ്ങനുണ്ട്? لم يشغله عن الله طرفة عين لو أعطي ملك مثل ملك سليمان. സയ്യിദ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രാജാധികാരം പോലെയുള്ള ദുനിയാവ് അവർക്ക് ലഭിച്ചാലും ലം യുശ്ഗിൽഹു അനില്ലാഹി തുർഫത ഐൻ, ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെയും വിട്ട് ചിന്തിക്കുകയില്ല. വളരെ ചിന്തിക്കണം. ധന്യ ഒരു സെക്കൻഡ്. മനസ്സിലായില്ലേ? ഇതാണ് അല്ലാഹുവിന്റെ ആരിഫ്. നമ്മളോ ചിന്തിക്ക്. നമ്മൾ ദിക്ർ ചൊല്ലിയത് ദുനിയാവിന് വേണ്ടിയാ. നമ്മൾ തഹജ്ജുദ് സ്കരിച്ചത് ദുനിയാവിന്റെ നേട്ടത്തിനാ. ആഖിറം അതിലൊരു ഭാഗമാണ്. എങ്കിലും ചില ആളുകളെ മനസ്സിൽ തഹജ്ജുദ് സ്കരിച്ചാലും ആഖിറം തെളിഞ്ഞു വരില്ല ദുനിയാവല്ലാതെ. തഹജ്ജുദ് സ്കരിക്കും. എന്തിനാ തഹജ്ജുദ് സ്കരിച്ച്? ദുനിയാവിന്. കാരണം നിസ്കാരം കഴിഞ്ഞാൽ മക്കളെ കാര്യം, കുട്ടികളുടെ കാര്യം, മുതലിന്റെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം പറയാം. അങ്ങനെ നിസ്കരിക്കണം നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ
അള്ളാഹുവിന്റെ സമ്പൂർണ്ണ ഷാക്കിർ എന്നോ മാരിഫത്ത് ലഭിച്ച ആളെന്നോ പറയാൻ കഴിയില്ല. മനസ്സിലായവർ നിങ്ങൾ ചിന്തിക്ക്. നമ്മൾ നിസ്കരിച്ചത് ദുനിയാവിന്റെ കാര്യം പറയാനാണ്. അസർ നിസ്കരിച്ചപ്പോഴും അതും ദുനിയാവിന്റെ കാര്യ പറഞ്ഞത്, ദുനിയാവിന്റെ കാര്യ പറഞ്ഞത് അല്ല. ഇനി ആഖിറത്തിന്റെ കാര്യം പറഞ്ഞാലോ, ആഖിറത്തിന്റെ കാര്യം പറഞ്ഞാലും ആരിഫാവൂല. നരകത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ആരിഫാവൂല, സ്വർഗത്തെ കുതിച്ചുകൊണ്ട് ആരിഫാവൂല. ആരിഫാകണമെങ്കിൽ അള്ളാഹുവിൽ താല്പര്യപ്പെടണം.